ഒരിക്കൽ ദൈവം 3 മാലാഖമാരെ വിളിച്ച് അവർക്ക് കുറച്ച് കഴിവുകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പോയി ഓരോ മനുഷ്യർക്കും ഈക്വലായിട്ട് ഈ കഴിവുകൾ വീതിച്ചു കൊടുക്കണം. പക്ഷെ അവർക്ക് അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കരുത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അവർ കണ്ടുപിടിക്കണം. ആ രീതിയിൽ അതിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 മാലാഖമാരും ഒരുമിച്ച് ആലോചിച്ചു, ഇതെന്ത് ചെയ്യും, എവിടെ ഒളിപ്പിക്കും? ഒരു മാലാഖ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമുദ്രത്തിന്റെ അഗാധതയിൽ ഒളിപ്പിക്കാം. ഏറ്റവും അടിത്തട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാൽ മനുഷ്യൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മറ്റേ മാലാഖ പറഞ്ഞു, മനുഷ്യൻ കുറച്ച് സാഹസികനാണ്, അവൻ വളരെ കഴിവുള്ളവനാണ്, തീർച്ചയായിട്ടും കടലിന്റെ അടിയിൽ പോയി ആ കഴിവുകൾ കണ്ടുപിടിക്കും, അതുകൊണ്ട് അവിടെ വേണ്ട. അപ്പൊ അടുത്ത മാലാഖ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഭൂമിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന്റെ മുകളിൽ നമുക്ക് ഈ കഴിവുകൾ കൊണ്ടുപോയിട്ട് വെക്കാം, മനുഷ്യൻ അത്ര വേഗമൊന്നും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോ മറ്റേ മാലാഖ പറഞ്ഞു, മനുഷ്യന് കഴിവുള്ളവനാണ്, അവൻ വളരെ ഭാവനയുള്ളവനാണ്, ബുദ്ധിശാലിയാണ്, തീർച്ചയായിട്ടും ആ പർവ്വതത്തിന് മുകളിൽ കയറി അവൻ അത് കണ്ടുപിടിക്കും, അതുകൊണ്ട് അവിടെയും വേണ്ട. അപ്പോൾ അതുവരെ നിശബ്ദമായിരുന്ന മറ്റേ മാലാഖ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനവന്റെ ഉള്ളിൽ തന്നെ ഈ കഴിവുകൾ കൊണ്ടുപോയി വെക്കാം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ അവനവനെ തന്നെ നോക്കാതെ ചുറ്റുമുള്ള കാര്യങ്ങളും ചുറ്റുമുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവനാണ്. തീർച്ചയായിട്ടും അവൻ അവന്റെ ഉള്ളിൽ നോക്കാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുന്നവൻ മാത്രമേ അത് കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സമ്മതമായി. അങ്ങനെ ഈ മാലാഖമാർ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവനവന്റെ കഴിവുകൾ കൊണ്ടുവച്ചു. അപ്പൊ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. അത് ആ കഴിവുകൾ അവനവന്റെ ഉള്ളിൽ നോക്കി കണ്ടുപിടിക്കുന്നവന് മാത്രമേ ആ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വന്തം കണ്ണിലെ കരട് വെച്ചിട്ട് അന്യന്റെ കണ്ണിലെ ആ ഒരു ചെറിയ ഒരു പൊടി പോലെയുള്ള ആ കരട് കണ്ടുപിടിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത. അങ്ങനെയുള്ള മനുഷ്യനൊരിക്കലും സ്വന്തം, അതായത് എന്താണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ താൻ തന്നെയാണ് ഈശ്വരൻ, ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യന് തീർച്ചയായിട്ടും അവന്റെ ആ ഒരു വ്യക്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ ആ ഒരു തനിമയിലേക്കോ വരാൻ സാധിക്കില്ല. എനിക്കൊരു കഴിവുമില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന ഓരോ ആളുകൾക്കും അവരവരുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ആ ഒരു അവസരം ഉണ്ടാകട്ടെ, അതിന് കഴിയട്ടെ. ഹാവ് എ നൈസ് ഡേ.